നമസ്കാരം, ഇൻസ്കൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഫേസ്ബുക്ക് കമ്പനിയുടെ ജനപ്രിയ പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് ഇൻസ്റ്റാഗ്രാം. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഇൻസ്റ്റാഗ്രാം എല്ലാ അപ്ഡേറ്റുകളിലും മികച്ച ഫീച്ചറുകൾ ഉൾപ്പെടുത്താനും മറ്റ് സമാന പ്ലാറ്റ്ഫോമുകളെ പിന്തള്ളുവാനും ശ്രമിക്കുന്നുണ്ട്. ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പവും ഫോട്ടോ, വീഡിയോ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നതും പുതുതലമുറയെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഏറെ ആകർഷിക്കുന്നു. നിങ്ങൾക്കറിയാത്തതോ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായ ഇൻസ്റ്റാഗ്രാമിലെ 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ മറ്റ് സോഷ്യൽ മീഡിയകളിലും അതേസമയം പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം നൽകുന്നുണ്ട്. വെവ്വേറെ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഇതിനായി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒരേ സമയം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനായി നിങ്ങൾ പ്രൊഫൈലിൽ ഓപ്ഷൻസിൽ പോയി ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ സെറ്റിംഗ്സിൽ നിന്ന് മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ട്വിറ്റർ അക്കൗണ്ടും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വാട്സാപ്പിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാനുള്ള സംവിധാനവും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഓൺലൈനിൽ ഉള്ളതോ അവസാനം ഉണ്ടായിരുന്ന സമയമോ മറ്റുള്ളവർ കാണാതിരിക്കാനായി പ്രൊഫൈലിൽ ഓപ്ഷൻസിൽ പോയി ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വാട്സാപ്പിന് സമാനമായി ഇൻസ്റ്റാഗ്രാം ചാറ്റിലും നിങ്ങളുടെ ആക്റ്റീവ് സ്റ്റാറ്റസ് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ ആക്റ്റീവ് ആണോ എന്ന കാര്യം നിങ്ങൾക്കും കാണാൻ സാധിക്കുകയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട്. സാധാരണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ബിസിനസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രൊഫൈൽ റീച്ച്, പ്രൊഫൈൽ അനലിറ്റിക്സ്, പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യൽ എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു ബിസിനസ് അക്കൗണ്ടായി മാറ്റുന്നതിന് സെറ്റിംഗ്സിൽ അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫൈൽ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഫോളോവേഴ്സിൽ നിന്ന് മാത്രം മറച്ചു വെക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇതിനായി നിങ്ങളുടെ സ്റ്റോറികൾ കാണേണ്ടതില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആളുകളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോയി ഓപ്ഷനിൽ മെനു ടാപ്പ് ചെയ്യുക. അവിടെ നിന്ന് ഹൈഡ് യുവർ സ്റ്റോറി എന്ന ഓപ്ഷൻ കാണാം. അത് ആക്ടിവേറ്റ് ചെയ്യുക. വാട്സാപ്പിൽ ഉള്ളതുപോലെ ഓപ്ഷൻസ് സ്റ്റാറ്റസുകളുടെ കാര്യത്തിൽ നമുക്ക് ലഭ്യമാണ്. മിക്ക ഇൻസ്റ്റാഗ്രാം യൂസേഴ്സും സ്റ്റോറികൾ കാണുകയും സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറി ബോറിംഗ് ആയി തോന്നിയാൽ അവ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനായി ഡിസ്പ്ലേയുടെ വലതുവശത്തുനിന്ന് ടാപ്പ് ചെയ്താൽ മതി. ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ കുറേയധികം സ്റ്റോറികൾ വരികയും അവയെല്ലാം ഒഴിവാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലതുവശത്തു നിന്നും ഇടതുവശത്തേക്കൊന്ന് സ്വൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്ത് വ്യക്തമായി കാണുകയോ മറ്റുള്ളവരെ കാണിക്കുകയോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കുറച്ചു നേരം ടച്ച് ചെയ്ത് പിടിച്ചിരുന്നാൽ മതിയാകും. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾ കൂടുതൽ പേർക്കും അറിയാവുന്നതായിരിക്കും. കുറച്ച് പേർക്കെങ്കിലും ഈ കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.